ഇപ്പോൾ നിതിൻ രാജിന്റെ അച്ഛൻ രാജൻ നമ്മളോടൊപ്പം തത്സമയം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ രാജൻ, കുടുംബം കോടതിയിലേക്ക് അടക്കം പോയിരിക്കുന്നു. അതിനിടയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പരാതിയും നൽകിയിരുന്നു. ഇപ്പോൾ അതിനൊരു തീരുമാനമുണ്ടാവുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കും എന്ന തീരുമാനമുണ്ടാവുകയാണ്. വലിയ പ്രതീക്ഷയുണ്ടോ? ഇത്രയും നാള് ഈ 100 ദിവസത്തിനുള്ളിൽ അന്വേഷിച്ച അന്വേഷണത്തിന്റെ പുരോഗതി അനുസരിച്ചാണ് ഞങ്ങൾ ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചത്. ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു അന്വേഷണ സംഘത്തെ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനം ഉണ്ടായത്. അതായത് ഞങ്ങളുടെ കുടുംബത്തിന്റെ പരാതികൾ അംഗീകരിച്ചുകൊണ്ടല്ല ഇത്രയും നാളും അവരുടെ അന്വേഷണം മുന്നോട്ട് പോയത്. ആയതിനാൽ മറ്റൊരു അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അജിത ബീഗം എന്ന് പറയുന്ന മേഡത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇനി അന്വേഷിക്കുക. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ അന്വേഷണം ഫലപ്രദമല്ല, പോരാ എന്ന് തോന്നാനുള്ള കാരണം എന്താണ് ശ്രീരാജൻ? കാരണം റാമിനെ പിടിക്കാൻ ഇത്രയും ദിവസം എടുത്തു. അതൊന്ന്. രണ്ടാമത് കൊളവിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അവരാരും പരിശ്രമിച്ചില്ല. കുടുംബം കണ്ണൂരിലെ കമ്മീഷണർ മുതൽ ADGP മുതൽ ഇങ്ങേറ്റം വരെയും പരാതി എല്ലാവർക്കും കൊടുത്തു. പക്ഷെ കുടുംബത്തിന്റെ പരാതി അവർ അംഗീകരിച്ചു. അവരെല്ലാം അട്ടിമറിക്കുകയാണ്. അപ്പോൾ അതിനെതിരെയാണ് ഞങ്ങളിപ്പോൾ ആഭ്യന്തരമന്ത്രിയെ കാണുകയും അദ്ദേഹം ശക്തമായ നടപടിയെടുത്തു. സുപ്രീം കോടതി വരെ പോകാനുള്ളൊരു സാവകാശം ഡോക്ടർ MK റാമിന് പോലീസുകാർ നൽകി എന്നാണോ? അതെ, അവർ തന്നെയാണ് അത് വഴിയൊരുക്കിയത്. കാരണം ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നിഷേധിച്ച ആ സമയത്ത് അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ അവർ ചെയ്തില്ല. പ്രതിയെ സാവകാശം മോചിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് അതിലൂടെ നടന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രതിക്ക് ഇത്രയധികം ആനുകൂല്യങ്ങൾ കിട്ടുന്നത് എന്നാണ് അങ്ങ് കരുതുന്നത്? കോളേജിന്റെ ഭാഗത്തു നിന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം കോളേജിൽ നേരത്തെ പോണ്ടിച്ചേരിയിൽ അവർക്ക് PGS കോളേജ് ഉണ്ടായിരുന്നു. അതിന്റെ അംഗീകാരം ക്യാൻസൽഡ് ആയിപ്പോയി. 2016 5.5 MBBSന്റെ അംഗീകാരം ക്യാൻസൽഡ് ആയി. ഇനി ഇതും ക്യാൻസൽഡ് ആയി പോകുമോ, വിദ്യാർത്ഥികളെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയിൽ അവർ മറ്റുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് ഒത്തുകളിക്കുകയാണ് മാനേജ്. എന്തായാലും പുതിയ അന്വേഷണ സംഘത്തിൽ പ്രതീക്ഷയുണ്ട് അല്ലേ? അതെ, കാത്തിരുന്ന് കാണാം. അന്വേഷണ സംഘത്തിൽ തീർച്ചയായും പുരോഗതി ഉണ്ടാവുമെന്ന് തന്നെയാണ് കുടുംബത്തിന്റെ വിശ്വാസം. ശരി, വളരെയധികം നന്ദി ശ്രീരാജൻ ഞങ്ങളോട് സംസാരിച്ചതിന്. പുതിയ അന്വേഷണത്തിൽ പ്രതീക്ഷ വെച്ചു പുലർത്തുകയാണ് നിതിൻ രാജിന്റെ കുടുംബം. ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പുതിയ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത്.